നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് കരിമീൻ മസാലയാണ്. അതിനുവേണ്ടി 2 കരിമീൻ, സാധാ മുളക് പൊടി, ഉപ്പ്, പിന്നെ ശകലം നാരങ്ങയും ഇട്ട് നമ്മൾ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ഉപ്പ്, നാരങ്ങ ഇട്ട് മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഒരു എനിക്കൊന്ന് അരമണിക്കൂർ മോളും ക്ലീൻ ചെയ്ത് മസാല ഇട്ട് വെക്കണം നല്ലത്. പിന്നെ അതിന് വേണ്ടി മസാലയ്ക്ക് വേണ്ടി നമ്മൾ എടുത്തിരിക്കണം ഒരു ബൗള്, ഒരു 2 തക്കാളി എടുത്ത് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ, 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, പിന്നെ 2 സവാള ചോപ്പ് ചെയ്തത്, പിന്നെ വന്നിട്ട് ഒരു 3 ചില്ലി ചോപ്പ് ചെയ്തത്, കുറച്ച് കരിവേപ്പില. അപ്പം ഇത്രയും സാധനമേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഫൈനൽ ആഡ് ചെയ്യുന്നത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. അപ്പോൾ ഫിഷും മസാലയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ. അപ്പം നമ്മൾ ആദ്യം വന്നിട്ട് ഈ മസാലയുടെ ഫിഷിനെ വന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് നല്ല വെളിച്ചെണ്ണയിൽ നമ്മൾ പാൻ എടുക്കുക. നല്ല ഓയിൽ നല്ല തിളച്ച് വരുന്ന സമയത്ത്, നമ്മൾ നല്ല ചൂടായി വരുന്ന സമയത്ത് കരിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കൂടി ഫിഷ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പം ലൈറ്റ് മസാലയെ പാടുള്ളൂ, ഭയങ്കര സ്പൈസി ആയിട്ടുള്ള മസാല പാടില്ല. അപ്പം ലൈറ്റ് മസാല ആണെങ്കിൽ കുറച്ചുകൂടെ സ്പൈസി വേണമെന്നുള്ളത് സ്പൈസി ആയിട്ട്, പിന്നെ കൂടുതൽ മസാല ഇട്ടത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം കറക്റ്റ് ശകലം മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് നാരങ്ങ, അത് മസാല ഇട്ട് വെക്കണം. അത് വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്തിട്ട് ഒരു ഹാഫ് ഭയങ്കര ക്രിസ്പി അല്ലായ രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ തിരിച്ചിടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് അതിനൊന്ന് ഫ്രൈ ചെയ്യുക. എന്തായാലും കരിമീൻ ഫ്രൈ ചെയ്യാനുള്ള സമയം നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും കുക്ക് ചെയ്യുന്നവർക്ക് അറിയാം കരിമീൻ ഫ്രൈ ചെയ്യാനുള്ള സമയം എടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും കരിമീൻ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള സമയം എടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒരു സൈഡ്, 10 മിനിറ്റ് ഒരു സൈഡ്, 10 മിനിറ്റ് സ്ലോ ഫയർ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ആവും. പിന്നെ പേരുടെയും കുക്കിങ്ങിൻ്റെ ഇതനുസരിച്ച് വരും. ചിലപ്പോൾ പിന്നെ നമ്മൾ ഗ്രില്ലും ചെയ്യാം കേട്ടോ. ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞൊക്കെ പോകും. അപ്പോൾ അത് ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊരു ചട്ടിയിൽ ഇലയിൽ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇതിങ്ങനെയും വേണം കഴിക്കാം. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഇതായിട്ട് നമ്മൾ കരിമീൻ മസാല, അപ്പോൾ അതിനകത്ത് നമ്മൾ കുടംപുളിയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതിന് ഇടാനുള്ള നമ്മൾക്ക് പൊടികൾ. അപ്പം നമ്മൾ ആദ്യം കുറച്ച് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുക്കുക. പിന്നെ വന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ എടുക്കുക. പിന്നെ ശകലം മല്ലിപ്പൊടി എടുക്കുക. പിന്നെ ശകലം മഞ്ഞൾപ്പൊടി. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയും ഐറ്റംസ് കൊണ്ടിട്ടാണ് നമ്മൾ ഈ കരിമീൻ മസാല ചെയ്യാൻ പോണത്. പിന്നെ നമ്മളൊരു എണ്ണച്ചട്ടി എടുക്കുക. പിന്നെ ഉലുവയും കടുകും ഇരിപ്പുണ്ട്. അപ്പോൾ നല്ല എണ്ണച്ചട്ടി എടുത്തിട്ട് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ കടുകും ഉലുവയും കൂടെ ഇട്ടിട്ട് നല്ല കടുക് പൊട്ടുന്നവരെ നമ്മൾ സ്ലോ ഫയറിലിട്ട് ഒന്ന് ഇതാക്കുക. ഉണ്ടല്ലോ, ആദ്യം നമ്മൾ ഉലുവ ഇടുന്നു. ഉലുവ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നീട് ചെറിയ ഒരു 10-40-50 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടായി വരുന്നപ്പോഴത്തേക്കും നമ്മൾ ഇത് കടുക് ഇട്ട് കൊടുക്കുക. അപ്പം കടുക് ഇട്ടിട്ടുണ്ട്. അപ്പം കടുക് ഇട്ട് കടുക് കൊണ്ട് ഉണ്ടല്ലോ, കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സബോള എന്നിവ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടാൻ പോണ അടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക്, അങ്ങനെയുള്ള ഉണ്ടല്ലോ, പച്ചമുളക് നമ്മൾ ഇട്ടു, ഇഞ്ചി ഇട്ടു. നമ്മളെടുത്തിങ്ങനെ 2 മീനാണ്, ചെറിയ മീൻ, ഒരു മീൻ ഒരു 200 ഗ്രാം സൈസിൽ വരുന്ന 2 മീനാണ് നമ്മളെടുത്തിങ്ങനെ. അപ്പോൾ കരിവേപ്പിലയും കൂടെ ഇട്ടു. അതൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നല്ലോണം സോട്ടാവണം. സ്ലോ ഫയറിൽ വെച്ച് ചെയ്യണം. സോ ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് ചെറുതായിട്ട് കഷ്ണങ്ങൾ അരിഞ്ഞ സവാള നമ്മൾ ഇട്ട് കൊടുക്കുന്നു. 2 തക്കാളിയാണ്. 2 തക്കാളി എന്ന് പറഞ്ഞാൽ ഒരു 200 ഗ്രാം വരും തക്കാളി. 200 ഗ്രാം 250 ഗ്രാം വരുന്ന തക്കാളിയാണ് ഞാനെടുത്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറെ നമ്മൾ പുളികളൊന്നും ആഡ് ചെയ്യുന്നില്ല. പുളി ഭയങ്കര കുത്തലായി പോകും. അതുകൊണ്ട് കരിമീൻ മസാല എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു മൈൽഡ് ആയിട്ടുള്ള പുളിയെ പാടുള്ളൂ, എങ്കിലേ നന്നായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വെറും തക്കാളിയാണ് നമ്മൾ അതിന് ചേർക്കണം പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ പുളി ആവശ്യമുള്ളവർക്ക് വേണം കുടംപുളി ആഡ് ചെയ്യാം. പുളി ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ ഓണിയൻ എല്ലാം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ ചേർന്ന മുളക് പൊടി, പിന്നെ വന്നിട്ട് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മസാല മതി. അപ്പോൾ ഇത്രയും മസാല കൊണ്ടിട്ട് നമ്മൾ ഒന്ന് സോട്ട് ചെയ്യുക. ആ പച്ചമണം മാറാൻ ഒരു കണക്കിന് നമ്മൾ സോട്ട് ചെയ്യുക. അതിനെ സോട്ട് ചെയ്തിട്ട് ആ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ
ആ ബോളിലോട്ട് ഇങ്ങനെ നമ്മുടെ തക്കാളി പേസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതും പച്ചമണം മാറുന്ന പരുവത്തിൽ നമ്മൾ സോട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ശകലം വെള്ളം ഒഴിച്ച് ഇതിനെ ഗ്രേവി പരുവത്തിലാക്കുന്നു. അപ്പം നല്ലോണം റോസ്റ്റ് ആക്കി കഴിഞ്ഞു. കണ്ടല്ലോ, തക്കാളി പേസ്റ്റ് എടുത്തു. തക്കാളി പേസ്റ്റ് എടുത്ത് ഇത് മിക്സ് ചെയ്യാണ്. അപ്പം അത് തക്കാളിയുടെ പച്ചമണം മാറാൻ ചൂട് കൂടും, കുറച്ച് പച്ചമണമെല്ലാം മാറും. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക. അതും ഈ മസാലയുടെ പച്ചമണം എല്ലാം മാറി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 10-15 മിനിറ്റ് എടുക്കും. നല്ലോണം തിളപ്പിക്കുക. നല്ല ചൂട് ഫയറിൽ തിളപ്പിക്കുക. നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ മസാല ഒരു പരുവായിട്ടുണ്ട്, മസാല പരുവം. അപ്പൊ ഇനി നമ്മൾ ഫിഷെല്ലായിട്ട് കുറുകണം. നമ്മൾ ഹോട്ടലിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഹൈ ഫ്ലെയിമിലാണ് വരുന്ന ഗ്യാസ് എല്ലാം. അപ്പൊ അത്രയും സ്പീഡ് വരും. ഉണ്ടല്ലോ, ആവശ്യത്തിന് നമ്മൾ ഉപ്പിടുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കരിമീൻ കഷ്ണങ്ങൾ, മുഴുവൻ കരിമീൻ കഷ്ണങ്ങളല്ല, മുഴുവൻ കരിമീൻ എടുത്തിട്ട് നമ്മൾ അതിനെ വന്നിട്ട് നമ്മൾ ആ മസാലക്കകത്തൊന്ന് ഇടുന്നു. അപ്പൊ എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ, ഫ്രഷ് തേങ്ങാപ്പാൽ നമ്മൾ എടുത്തിട്ട് ഒരു 20 ml തേങ്ങാപ്പാൽ നമ്മൾ ഒഴിക്കുന്നു. 20 ml മതിയാവും. എനിക്ക് തോന്നുന്ന ഒരു ടേബിൾ സ്പൂൺ അളവിലാണെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ അടച്ചിട്ടുണ്ടല്ലോ, നല്ല സൈഡിൽ നല്ല ഗ്രേവി നല്ല തിക്കായിട്ട് മസാല പരുവത്തിൽ വന്നിട്ടുണ്ട്. അതാണ് ആ മസാല. അപ്പൊ നമ്മൾ ഫിഷിനായിട്ട് മൊത്തത്തിൽ പ്രശ്നം അതിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഒന്നും ആക്കാൻ പാടില്ല. ആയിക്കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. സൈഡിലിട്ട് ആ ഗ്രേവി എല്ലാം ഒന്ന് വന്നിട്ടല്ലോ അടിപൊളിയായിട്ട് തിളച്ച് ആ ഫ്ലേവർ എല്ലാം ആ ഫിഷ് അങ്ങനെ കിടപ്പുണ്ട്. മറ്റേ നമ്മൾ ഗ്രിൽ ചെയ്ത ഫിഷ് ആണെങ്കിൽ പൊടിഞ്ഞു പോകും. ഓയിൽ ഫ്രൈ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഗ്രിൽ ചെയ്തതാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കുന്നേ ഉള്ളൂ മീറ്റ്. ഗ്രിൽ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ഉണ്ടല്ലോ, അപ്പം റെഡിയായി കഴിഞ്ഞു നമ്മുടെ കരിമീൻ. ഉണ്ടല്ലോ, നല്ല ഡ്രൈ ആയിട്ട് മസാല എല്ലാം പരണ്ടിരിപ്പുണ്ട്. അപ്പം കരിമീൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം കരിമീൻ നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് ആക്കാം. അപ്പം ഇത് നമ്മൾ ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തി അങ്ങനെ ചപ്പാത്തി, ബ്രെഡ്, അങ്ങനെയുള്ള എല്ലാ ബ്രെഡ്സിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം എന്തായാലും നല്ല സ്പൈസി ആയിട്ട് ഇല്ലെങ്കിലും മസാല വരും. പുളി ആവശ്യമുള്ളവർക്ക് പുളി കൂടുതൽ ഇടാന്നുള്ളതാണ്. പക്ഷേ കരിമീൻ മസാല നമ്മൾ ഒരു പൊറോട്ടയ്ക്കൊക്കെ നല്ല കോമ്പിനേഷൻ. പൊറോട്ട ചോറിൻ്റെ കൂടെ ഇതും വെച്ച് കുറച്ച് പുളിശ്ശേരിയോ അല്ലെങ്കിൽ മോര് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗിഡിലായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും എൻ്റെ റെസിപ്പീസ് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ അല്ലെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.